ഈ ദിവസങ്ങളിൽ ധാരാളം ആൾക്കാർ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഈ സമൂഹത്തിലെ ഈ വിദ്യാഭ്യാസത്തിലെ ഈ തകർച്ചയും അതുപോലെ തന്നെ ഈ ലഹരിയുടെ പ്രശ്നങ്ങളും ഇതൊക്കെ ഇന്ന് വളരെ ഭീകരമായ അവസ്ഥകൾ സൃഷ്ടിക്കുന്നു. പേടിയാവുന്നു സർ, ഇതിനെക്കുറിച്ച് ഒരു വീഡിയോയിലൂടെ പറയണം. പല ആൾക്കാരും എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ വളരെ കൃത്യമായ ഒരു കൺവിക്ഷനോടുകൂടി മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ഒരു 10-26 വർഷമായിട്ട് ഇതുപോലുള്ള ധാരാളം വിക്ടിംസിൻ്റെ കൂടെ, ഇതുപോലുള്ള ബലിയാടുകളാകപ്പെട്ടവരുടെ കൂടെയും പിന്നെ പലതരത്തിൽ ഇതിൻ്റെയൊക്കെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നവരുടെയും ഒക്കെ ചേർത്ത് പിടിക്കുക, അത്തരം ആൾക്കാരെ കേൾക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരു അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് പെൺകുട്ടികൾ സ്കൂളിൽ നിന്നിറങ്ങി അല്ലെങ്കിൽ നാട് വിട്ട് ബോംബെ പോലുള്ളൊരു സ്ഥലത്ത് പോയപ്പോൾ പോലും നമ്മുടെ നാട്ടിൽ അതിനെപ്പറ്റി പറയുന്നവർക്ക് സ്ഥലം കാണാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോയതാണ്. കൂടെ വേറൊരാളും ഒരു പുരുഷനായ ഒരാളും പോയിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഒരെത്തും പിടിയില്ലാത്ത ഒരു സാമൂഹ്യാവസ്ഥയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ കാര്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം കുട്ടികളും പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക, കരുത്തുള്ളൊരു മനുഷ്യനെ സൃഷ്ടിക്കുക, വകതിരിവുള്ളൊരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം. അല്ലാതെ ഡോക്ടറെ, എഞ്ചിനീയറിനെയും സയൻറ്റിസ്റ്റിനെയും അല്ലല്ലോ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതൊക്കെ അതിനകത്ത് ആയിക്കോളും. അപ്പോൾ എവിടെയാണ് ഈ പൊതുവിദ്യാഭ്യാസത്തിന് താളം തെറ്റിയത്? അത്തരം കാര്യങ്ങളിലൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. നമ്മളിവിടെ ലഹരിക്കെതിരെ ഓട്ടം, വിദ്യാഭ്യാസം നന്നാക്കാനായിട്ട് ഫ്ലാഷ് മോബ്, ഇത്തരത്തിലുള്ള ബാലിശമായ പ്രതീകാത്മകമായ കുറേ പരിപാടികളൊക്കെ നടത്തി രസിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. ഇതൊന്നും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോകുന്നില്ല. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ അടിസ്ഥാനപരമായി നമുക്ക് നന്നാക്കേണ്ടതായിട്ടുണ്ട്. അതിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് അതിന് ചുറ്റും നടക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. വലിയ പ്രശ്നമാണ്. ഒരു സ്കൂളിൽ ഒരു അധ്യാപകനോട് കൃത്യമായി ക്ലാസ്സിൽ കയറാൻ പറഞ്ഞപ്പോൾ ആ അധ്യാപകൻ പ്രധാന അധ്യാപകനോട് പറയുന്നത്, എനിക്ക് ഡി ഡിയുമായിട്ടൊക്കെ വലിയ പിടിയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ അവന് രാഷ്ട്രീയപരമായ സ്വാധീനങ്ങളുള്ളത് കൊണ്ട് പ്രധാന അധ്യാപകനെ ഒന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇവിടെ അവാർഡ് കിട്ടുന്നത് ആർക്കാണ്? പലപ്പോഴും ഈ അധ്യാപക അവാർഡുകളൊക്കെ കിട്ടുന്നത് പലപ്പോഴും യാതൊരു തരത്തിലുള്ള ഇൻ്റഗ്രിറ്റിയും ഇല്ലാതെ സ്വന്തം അവാർഡിന് വേണ്ടി കൃത്യമായി സ്റ്റേജ് മാനേജ് ചെയ്യുന്ന ചില ആൾക്കാർക്കാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം? അടിസ്ഥാനപരമായി പൊതുവിദ്യാഭ്യാസത്തെ നശിപ്പിച്ചതിൽ രാഷ്ട്രീയത്തിന് വലിയൊരു പങ്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് അധ്യാപകരുടെ രാഷ്ട്രീയം. ഒരാവശ്യവും ഇല്ല. അധ്യാപകർക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയം ഉണ്ടാവണം. അധ്യാപകർ സംഘടിതരായിരിക്കണം. അവരുടെ അധ്യാപകരെന്ന് പറയുന്ന ഒരു കൂട്ടത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. പക്ഷേ അത് സ്കൂളിൽ ഉഴപ്പാനും തെണ്ടിത്തിരിഞ്ഞ് നടക്കാനും ഒക്കെയുള്ളൊരു ലൈസൻസായി മാറുന്നെങ്കിൽ ആ രാഷ്ട്രീയം, ആ പർട്ടിക്കുലർ രാഷ്ട്രീയം നമുക്കിവിടെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. വേറൊന്ന്, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം സ്കൂളുകളിൽ നിന്ന് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് സ്കൂളുകളിൽ പഠിക്കുന്നത്. 18 വയസ്സ് വരെ മാതാപിതാക്കളുടെ അധീനതയിലാണ് കുട്ടികൾ വളരുന്നത്. അവിടെ രാഷ്ട്രീയം വേണോ വേണ്ട എന്നുള്ളത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാൻ പറ്റണം. കാരണം ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈ രാഷ്ട്രീയത്തെ വളർത്തണമെങ്കിൽ അത് നല്ല രാഷ്ട്ര നിർമ്മാണം എന്ന രാഷ്ട്രീയ പ്രക്രിയയൊന്നും അല്ല. ഇവിടെ കുറേ അടിച്ചു തകർക്കാനും കുറേ ഈ ഒരു അരാജകത്വം സൃഷ്ടിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു നാലാംകിട രാഷ്ട്രീയം ക്യാമ്പസിലൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ നല്ല അധ്യാപകരെ ഇകഴ്ത്തുകയും നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രക്രിയ കുറേ കാലമായിട്ട് നട്ടലുള്ള, അന്തസ്സുള്ള, ഡിഗ്നിറ്റിയുള്ള അധ്യാപകരെ മുഴുവൻ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കുകയോ ചെയ്തിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലം എന്താണ്? അവരായിരുന്നു ഈ കുഞ്ഞുങ്ങളെയൊക്കെ തിരുത്തുകയും ക്രമീകരിക്കുകയും നിർമ്മിക്കുകയും സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അധ്യാപകർ. അത്തരം ഒരു അധ്യാപക സമൂഹത്തെ ഇന്ന് നിശബ്ദമാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ അസംഘടിതരാക്കി നിർത്തിക്കൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മുഴുവൻ ഇല്ലാതാക്കി. ഇന്ന് ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഈ ഹോൾസെയിലേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയവും ഈ അധ്യാപക രാഷ്ട്രീയവും തമ്മിലുള്ള ലിങ്ക് അത് കൃത്യമായി പാലിച്ച് ഒരു ബാലൻസിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അതിന് വെളിയിലുള്ള നല്ല
ഉന്നതരായ ഒത്തിരി അധ്യാപകർ, കാരണം ഈ അരാജകത്വമൊന്നും പിന്നെ വിദ്യാഭ്യാസമല്ലെന്നും അവരേത് പാർട്ടിയിലും ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അതിനകത്ത്. പക്ഷേ അവർക്കൊരു കാര്യം അറിയാം, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ അരാജകത്വം അല്ലെന്നും രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണമാണെന്നും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറമുള്ള വലിയ ഒരു ശ്രേഷ്ഠമായ പ്രവർത്തനമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇന്ന് അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ് ഈ പൊതുസമൂഹത്തിൽ. തീർച്ചയായിട്ടും അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ആ ഒരു തെറ്റ് വലിയൊരു കൊടിയ പാപമാണ് ചെയ്തത്. അധ്യാപകരെ ആക്ഷേപിച്ചു, അവരുടെ കസേര കത്തിച്ചു, അവരെ കുഴിച്ചു മൂടിയും ഒക്കെ നെറുകേടുകൾ കാണിച്ച്, ആ നെറുകേടുകൾക്കെല്ലാം ഇപ്പോൾ ഒരു വിദ്യാർത്ഥി സ്കൂളുകളിലൊക്കെ എന്ത് തോന്നിയവാസം കാണിച്ചാലും പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അവരെ രക്ഷിക്കുകയും അവർക്കെതിരെ ശിക്ഷണ നടപടി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനൊക്കെ താലോലിക്കുന്ന കുറേ ആൾക്കാർ ഏത് തെറ്റ് വിദ്യാർത്ഥി ചെയ്താലും അതിനെല്ലാം ന്യായീകരിച്ച് അധ്യാപകർക്കെതിരെയും സ്കൂളിനെതിരെയും ഒക്കെ ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് പോയതിൻ്റെ ഭരണത ഫലമാണ് ഇന്ന് ഈ വിദ്യാഭ്യാസം മുഴുവൻ കുട്ടിച്ചോറായത്. ഇതിന് പകരമായിട്ട് ഇനി എന്തെല്ലാം പരിഹാരങ്ങൾ എന്നും പറഞ്ഞ് കൊണ്ടുവന്നാലും അതെല്ലാം വെറും തട്ടിപ്പായിരിക്കും. യഥാർത്ഥ പ്രശ്നം ഈ രാഷ്ട്രീയം മാറണം. ഇതല്ല രാഷ്ട്രീയം. ഒന്നാമത് ഇതല്ല രാഷ്ട്രീയം. അത് പ്രത്യേകമായിട്ടും കുട്ടികൾ രാഷ്ട്രീയം ഒരു സെമിനാറായിട്ടോ അല്ലെങ്കിൽ പിന്നെ ക്ലാസ്സായിട്ടോ ഒക്കെ പഠിക്കട്ടെ. അവർക്ക് ഡിബേറ്റിംഗ് ഫോറവും പ്രസംഗ ഫോറവും ഒക്കെ ഉണ്ടാകട്ടെ. അവിടെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഇറങ്ങിയ എത്ര കുട്ടികൾക്ക് രാഷ്ട്രീയത്തെപ്പറ്റിയും രാഷ്ട്രത്തെപ്പറ്റിയും രാജ്യത്തെപ്പറ്റിയും നാടിൻ്റെ വിഷയങ്ങളെക്കുറിച്ചും ഈ നാടിൻ്റെ മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും എത്ര പേർക്ക് തിരിച്ചറിവുണ്ട്? എത്ര പേര് പുസ്തകം വായിക്കുന്നവരാണ്? എത്ര പേർക്ക് ചരിത്രബോധമുണ്ട്, സാമൂഹ്യ ബോധമുണ്ട്? ഇതൊന്നുമില്ല. ചുമ്മാ ഗുണ്ടായിസത്തിൻ്റെ നേഴ്സറികളായി സ്കൂളുകളെയും മറ്റും മാറ്റിയിരിക്കുന്നു. കാരണം ഈ സ്കൂളുകളിൽ നിന്ന് ഈ വിഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ മേളോട്ട് കോളേജുകളിലുമൊക്കെ ചെന്ന് ഈ ഗുണ്ടായിസത്തിന് പിന്നെ തുടർ പ്രതിഫലനം സൃഷ്ടിക്കാനുള്ള ആൾക്കാരെ സൃഷ്ടിക്കുകയാണ്. ഇതൊരു വലിയ തകർച്ചയിലേക്ക് പോവുള്ളൂ. ഇത് എവിടെ തിരുത്തുന്നോ അവിടെ വേറെ ഒരു 10-30-40% കുട്ടികൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ പ്രശ്നം അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ അവിടെ പ്രശ്നം എന്താണ്? അവിടെ മാർക്കറ്റാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കുറേ ഈ കോച്ചിങ്ങുകളും ട്യൂഷൻ സെൻ്ററുകളും എല്ലാം അതിന് ചുറ്റും വളരെ ശക്തമായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കുട്ടികളെ മുഴുവൻ പിന്നെ കുറേ മാർക്ക് വാങ്ങിപ്പിക്കുക, അതിനുവേണ്ടി മാത്രമുള്ള പരിപാടികൾ, കലയില്ല, കളിയില്ല, സാംസ്കാരിക പ്രവർത്തനങ്ങളില്ല, ഒന്നുമില്ല. കുറേ സ്കോളർഷിപ്പ് പരീക്ഷകൾ, കുറേ കോച്ചിങ്ങുകൾ, കുറേ ട്യൂഷൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം കുത്തി നിറച്ച് കുഞ്ഞുങ്ങൾക്ക് ശ്വാസം വിടാൻ പോലും നേരമില്ല. ചില കുട്ടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ ഓൺലൈൻ ക്ലാസ്സുകളും കൂടെ അറ്റൻഡ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി, പട്ടുപിടിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണം? ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ 8 മണിക്കൂർ പഠിക്കുന്ന കുട്ടിക്ക് വേറൊരു 8 മണിക്കൂർ പിന്നെ കുറച്ചുകൂടെ സന്തോഷവും സമാധാനവും ജീവിതം കണ്ടെത്താനും ബന്ധങ്ങൾ കണ്ടെത്താനും സൗഹൃദങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള ഒരു ഇടവും കൂടെ കൊടുക്കണം. ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് കുട്ടികൾ പല വഴിയിലൂടെ, ഈ തെറ്റായ വഴികളിലൂടെ പിന്നെ അവർ ആസ്വാദനങ്ങൾ കണ്ടെത്താൻ പോകുന്നതും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അവർ വീഴുന്നതും. നമുക്കറിയാൻ പോലും പറ്റത്തില്ല അവരെവിടേക്കാണ് നശിച്ചു പോകുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ 24 മണിക്കൂർ ഈ പഠിത്തത്തിനകത്ത് മുക്കിയിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികൾ അതിൽ നിന്ന് പുറത്തു ചാടാനുള്ള എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കുക. ആ തന്ത്രങ്ങളിൽ പലപ്പോഴും വളരെ മോശപ്പെട്ട കാര്യങ്ങളിൽ അവർ ചെന്നെത്തുകയും ചെയ്യും. ഇത് രണ്ടുമല്ല വിദ്യാഭ്യാസം. ഈ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തിൽ ഒരുപാട് തിരുത്തലുകൾ ആവശ്യമാണ്. ഇപ്പോൾ ഈ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളും അതുപോലുള്ള മറ്റൊരുപാട് കോച്ചിങ് സെൻ്ററുകളും ഒക്കെ സ്കൂളിനകത്ത് കയറി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഇതെല്ലാം സ്കൂളിൽ നിന്ന് വിടുവിക്കണം. ഇവിടെ കുറേ 10 ഡോക്ടറിനെയും 10 എഞ്ചിനീയറിനെയും ഉണ്ടാക്കാൻ വേണ്ടി 1000 പേരെയാണ് നശിപ്പിച്ച് കളയുന്നത്. ആ പരിപാടി ആവശ്യമില്ല. എഞ്ചിനീയറും ഡോക്ടറും ആകേണ്ടവർ അതിന് പ്രത്യേക സംവിധാനങ്ങൾ എടുത്തോട്ടെ. അല്ലാത്ത കുഞ്ഞുങ്ങളെ, പൊതുസമൂഹത്തിലെ സാധാരണക്കാരായ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടായേ പറ്റുള്ളൂ. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. ഒരു കുട്ടിയുടെ ആവശ്യങ്ങൾ എന്താണ്, ആ കുട്ടിയെ രൂപാന്തരപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം, ആ കുട്ടിയെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിനകത്ത് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അക്കാഡമിക് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ കളിയും കലയും ആരോഗ്യ കാര്യങ്ങളും നൈപുണ്യ വികസനവും എല്ലാം ആവശ്യമുണ്ട്. സംസ്കാരം ഉണ്ടാവണം, മൂല്യം ഉണ്ടാവണം, പരിസ്ഥിതി ബോധം, സാമൂഹ്യ ബോധം, ചരിത്രബോധം എല്ലാം ഉണ്ടാവണം.
അപ്പോൾ ആ തരത്തിൽ ഓരോ കുട്ടിയുടെ ആവശ്യങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും അനുസരിച്ച് അവരെ പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയയായി വിദ്യാഭ്യാസം മാറണം. ഒരു കുട്ടി അവന് സന്തോഷം കണ്ടെത്താതെ, അവന് പൂർണ്ണത കണ്ടെത്താതെ, അവൻ വൈകല്യത്തോടെ ഫിനിഷ് ചെയ്യപ്പെടുമ്പോഴാണ് പുറത്ത് അവനെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുന്നത്. ഇവിടെ തന്നെ സിനിമയെക്കുറിച്ച് വലിയ ചർച്ചയാണ്. സിനിമ വളരെ നിർദോഷമായ ഒരു കാര്യമൊന്നുമല്ല. സിനിമ ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ പറഞ്ഞത് പണ്ട് 20-ാം നൂറ്റാണ്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും അങ്ങനെ പോയോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 20-ാം നൂറ്റാണ്ടൊക്കെ ഇറങ്ങിയ കാലത്ത് ഇവിടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ സിനിമ കാണണമെങ്കിൽ മാതാപിതാക്കളുടെ അനുവാദം ഉണ്ടെങ്കിലേ പറ്റുള്ളായിരുന്നു. ഒരു നല്ല ശതമാനം കുട്ടികളുടെയും നാട്ടിലൊന്നും അന്ന് തിയേറ്ററുകൾ പോലും ഇല്ല. അപ്പോൾ സിനിമയൊക്കെ വളരെ വിരളമായി മാത്രമാണ് അന്ന് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നത്. കുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്ന സിനിമകൾ മാത്രമേ മാതാപിതാക്കൾ അവരെ കാണിച്ചിരുന്നുള്ളൂ. ഇതിനേക്കാളൊക്കെ ശക്തമായ സെൻസറിങ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായൊരു കാലമാണ്. മാത്രമാണ് ഇതിനേക്കാളും ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന കുട്ടികളാണ്. അവർക്ക് തെറ്റും ശരി എന്താണ്, നല്ലതും ചീത്ത എന്താണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല വിദ്യാഭ്യാസത്തിലൂടെ, ആഴമുള്ള വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വന്നൊരു തലമുറയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇതൊന്നുമല്ല. ഇന്ന് കുട്ടികൾക്ക് ആരുടെ അനുമതിയില്ലാതെ ഏത് സിനിമയും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സിനിമാക്കാർ കൃത്യമായി മുതലെടുത്തുകൊണ്ട് കുട്ടികളെ ആളിക്കത്തിക്കാൻ പറ്റുന്ന, കുട്ടികളെ ഒരു ലഹരിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സിനിമയെന്നുള്ള പേരിലിറക്കി പണം ഉണ്ടാക്കാൻ മാത്രം, വേറൊന്നുമില്ല. യാതൊരു ധാർമ്മിക ബോധവും ഇല്ലാത്ത, യാതൊരു സത്യസന്ധതയില്ലാത്ത, ഇൻ്റഗ്രിറ്റി ഇല്ലാത്ത കച്ചവടം മാത്രം ലക്ഷ്യമാക്കി കുറേ ആൾക്കാർ സിനിമ ഇറക്കുമ്പോൾ അത് ഈ സമൂഹത്തിലെ കുട്ടികളെ ബാധിക്കും. ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത്? മാനസികാരോഗ്യം കുറഞ്ഞു നിൽക്കുന്ന, വൈകാരിക ബുദ്ധിശക്തി കുറഞ്ഞു നിൽക്കുന്ന, അതുപോലെ കഴിവുകൾ കുറഞ്ഞു നിൽക്കുന്ന, സ്വഭാവത്തിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഇത് കൂടുതലായി ബാധിക്കും. പണ്ട് ഇത് 10% കുട്ടികളായിരുന്നെങ്കിൽ ഇന്ന് അത് 80% കുട്ടികളിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. വളരെ വൈകല്യത്തിലാണ് പല കുഞ്ഞുങ്ങളും നിൽക്കുന്നത്. അപ്പോൾ അവരിതിനകത്തൊക്കെ ചെന്ന് പെട്ടുപോകും. അവർക്കിതിനെ പ്രതിരോധിക്കാൻ ശക്തിയില്ല. അസർട്ടീവ്നെസ് ഉള്ള എത്ര കുട്ടികളുണ്ട്. മാത്രമാണോ ഈ പണ്ട് ഒരാൾക്ക് ലഹരിയോ മദ്യമോ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിൻ്റെ അവൈലബിലിറ്റി ഇല്ല. ഇന്ന് സിനിമയിലൂടെ കാണിച്ചു കൊടുക്കുന്നു. സിനിമാ തിയേറ്ററിന് വെളിയിലും സ്കൂളിന് വെളിയിലും ഈ സാധനങ്ങളെല്ലാം അവർക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പുറകിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസും എക്സൈസും എല്ലാം നിൽപ്പുണ്ട്. അവരാണിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. സ്കൂളുകളിൽ വന്ന് അവരെ കൊണ്ട് ഈ ക്ലാസ് എടുപ്പിക്കുന്ന പരിപാടി തന്നെ നിർത്തണം. അവർ പോയിട്ട് സ്കൂളിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കട്ടെ. അവർ ചൂലെടുക്കട്ടെ ഒന്നും പറ്റുന്നില്ലെങ്കിൽ. അവർ ഈ കുട്ടികളുടെ ചുറ്റുപാടുമുള്ള സമൂഹങ്ങളെ വൃത്തിയാക്കാനാണ് പോലീസും പട്ടാളവും ഒക്കെ ഇനി ശ്രമിക്കേണ്ടത്. അല്ല ഇനി അന്യരാജ്യങ്ങളുമായിട്ടൊന്നും യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യ ചെറുപ്പക്കാർ കൂടുതലുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല. ഈ കേരളത്തിലേക്ക് ഇത്രയും ഡ്രഗുകൾ വരുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് അന്യരാജ്യങ്ങളിൽ നിന്ന് വന്നിറങ്ങുന്ന ഡ്രഗുകൾ തന്നെയാണ്. ഇന്ത്യ യുവജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമായതുകൊണ്ട് ഈ തരത്തിൽ ടോൺ ചെയ്ത ഒരു സമൂഹമായിട്ട് ഇതിനെ മാറ്റിയെടുത്ത് വലിയൊരു വിപണി സൃഷ്ടിക്കുക, ഇതിലൂടെ വലിയൊരു ആഗോള ബിസിനസ് വളരുകയാണ്. അവർക്കെതിരെയാണ് നമ്മളിവിടെ കൂട്ടയോട്ടം നടത്തി ലഹരിയെ ഓടിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് ലഹരിയെ ഓടിക്കാൻ ശ്രമിക്കുന്നത്. നടക്കില്ല. വളരെ കൺസേർട്ടഡ് എഫേർട്ട് വേണം, ഇച്ഛാശക്തി വേണം, എല്ലാ കേന്ദ്രങ്ങളെയും പ്ലഗ് ചെയ്യണം. എങ്കിലേ നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് സമൂഹത്തിലെ പോലീസിങ് കുറേ കൂടെ ശക്തമാക്കണം, സോഷ്യൽ വർക്ക് കുറേ കൂടെ ശക്തമാക്കണം. ഓരോ വീടുകളിലും ആരൊക്കെയുണ്ട്, മുറിയിൽ നിന്നിറങ്ങാത്ത കുട്ടികളുണ്ട്, ധാരാളം വീടുകളിൽ മുറിയിൽ നിന്നിറങ്ങാത്ത കുട്ടികളുണ്ട്, മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. ഇതൊന്നും ആരും കണ്ടുപിടിക്കുന്നില്ല. ഡ്രഗ് അഡിക്ഷൻ തന്നെ പല വീടുകളിലും അവർക്ക് കണ്ടുപിടിക്കാൻ പോലും അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു സോഷ്യൽ സർവീസൂടെ എനിക്കൊന്ന് അതിന് ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞൊരു സംവിധാനം അല്ല വേണ്ടത്. എനിക്കൊന്ന് ഒരു ജനമൈത്രി സാമൂഹ്യ പ്രവർത്തനം ശക്തമാകണം. എല്ലാ രാജ്യങ്ങളിലും അത്തരത്തിലുള്ള വെൽഫെയർ പ്രവർത്തനങ്ങളുണ്ട്. ഓരോ കുടുംബങ്ങളിലും പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, അവിടെയൊക്കെ എന്ത് നടക്കുന്നു. പള്ളികൾക്ക്, ആരാധനാലയങ്ങൾക്ക് അവരൊക്കെ ഈ മേള നടത്തിക്കൊണ്ടിരിക്കാതെ, ഉത്സവവും പെരുന്നാളും നടത്തിക്കൊണ്ടിരിക്കാതെ ഓരോ കുടുംബങ്ങളിലേക്കും ചെല്ലണം. അവിടെയൊക്കെ ചെന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ കുടുംബങ്ങളും ശാക്തീകരിക്കപ്പെടുക. പല കുടുംബങ്ങളിലും ഈ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണമെന്ന് പോലും അറിയാൻ വയ്യാതിരിക്കുന്ന മനുഷ്യരാണ്. എന്നാലോചിച്ച് നോക്കിക്കുക, 2 കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടൊരു അമ്മ റെയിൽവേ ട്രാക്കിൽ തീർന്നപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ ഈ മുതലക്കണ്ണീരൊക്കെ ഒഴുക്കുന്നത്. അത്തരം അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ ഈ സമൂഹത്തിലുണ്ട്. പിന്നെ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ സമൂഹത്തിലൊരു പോസിറ്റിവിറ്റി ഇല്ലായ്മയും ഒക്കെ കുട്ടികളെയും എല്ലാവരെയും നെഗറ്റീവ് ആക്കുന്നുണ്ട്. ഈ തൊഴിലില്ലായ്മയൊക്കെ
ഭീകരമായി ഇത്തരം കാര്യങ്ങളെ, കാരണം തൊഴിൽ കിട്ടാതെ വരുമ്പോൾ പണം ഉണ്ടാക്കാനായിട്ട് പല പല മാർഗ്ഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായിട്ട് പല പല കച്ചവടങ്ങളിലേക്കൊക്കെ ചെറുപ്പക്കാർ ഇറങ്ങാൻ നിർബന്ധിതരാകും. അപ്പോൾ തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കണമെങ്കിൽ കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായെങ്കിലേ നമുക്ക് ഇത്തരം ഒരവസ്ഥയിൽ നിന്ന് കരകയറാനായിട്ട് പറ്റുള്ളൂ. നാടിൻ്റെ രാഷ്ട്രീയത്തിനൊരു സംശുദ്ധി ഉണ്ടായെങ്കിലേ സാധിക്കുള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് നേട്ടം വരുമ്പോഴും സർക്കാരിനും മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കും കൈയടിക്കുന്ന പോലെ കോട്ടങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വവും അവരിൽ തന്നെ ഫിക്സ് ചെയ്യേണ്ടി വരും. ഒരു സംശയവുമില്ല, ഒരു നാടിൻ്റെ രാഷ്ട്രീയത്തിന് മേന്മയുണ്ടാകുമ്പോൾ, മൂല്യം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും. ഒരു സംശയമില്ല. ഒരു നാടിനെ നശിപ്പിക്കാൻ ഒരു നാടിൻ്റെ വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ഈ വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നാടിന് വലിയ മേന്മയുണ്ടാവും. തീർച്ചയായിട്ടും മറ്റെല്ലാ ഘടകങ്ങളും, സിനിമ പോലുള്ള സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാം ഒരു സാംസ്കാരിക പ്രവർത്തനമായി മാറിയാൽ എല്ലാവർക്കും ഇവിടെ കൈകോർത്ത് നിൽക്കാൻ, സ്നേഹത്തോടെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്നൊരു സമൂഹം ഉണ്ടാകും. മറിച്ച് കുറച്ച് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പരിണിതഫലം സമൂഹത്തിൽ ഇതുപോലുള്ള അന്തഃഛിദ്രമുണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഈ കാര്യത്തിലൊക്കെ പ്രതികരിക്കുക. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മളാരും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നവരല്ല. ഈ കേരളത്തെ, നമ്മുടെ കേരളമാണ്, ആ കേരളത്തെ കുറേ കൂടെ മനോഹരമാക്കി, ഈ രാജ്യത്തെ കുറേ കൂടെ മനോഹരമാക്കി മാറ്റുന്നതിൽ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. സ്നേഹവും നന്മയും ആവട്ടെ നമ്മുടെ വഴികാട്ടി. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്.